ഇപ്പോൾ നിലനിൽക്കുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഗവൺമെൻറ് ഒരു ഭേദഗതിയിലൂടെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നിശ്ചയിച്ചതും അത് 2ാം വകുപ്പിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞതും. സാർ, ഇവിടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചെറിയ സമയത്തിനുള്ളിൽ മറുപടി പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിന്ന ചർച്ചയ്ക്കാണ് മറുപടി പറയേണ്ടത് എന്നുള്ളതുകൊണ്ട് പരമാവധി ചുരുക്കി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെയറിൻ്റെ അനുവാദമില്ലാതെ വഴങ്ങുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളാണ് ഡിസെൻഡിങ് അവതരിപ്പിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ സൂചിപ്പിച്ചത്. ഞാനതെല്ലാം പറഞ്ഞു പോയാൽ നേരം ഒരുപാട് എടുക്കും. തരംമാറ്റ നടപടികൾക്ക് വേഗത പോരാ എന്ന് തുടർച്ചയായി കഴിഞ്ഞ ഒരു കാലയളവിനകത്ത് ഈ സഭയ്ക്ക് അകത്ത് പറയുകയും ബഹുമാനപ്പെട്ട മോൻസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദാലത്ത് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തിയാണെങ്കിലും ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയും അതേസമയം അങ്ങനെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകാവുന്ന വിധത്തിൽ ഇതിൻ്റെ അധികാരത്തെ വികേന്ദ്രീകരിക്കുമ്പോൾ ആ തീരുമാനത്തിന് ഡിസെൻഡിങ് എഴുതുകയും ചെയ്യുന്നത് ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാത്രമേ സാർ കാണാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 27A നിലവന്ന 30/12/2017 ശേഷം ഓഫ്ലൈനായി ആകെ ലഭ്യമായിട്ടുള്ള അപേക്ഷകളുടെ എണ്ണം 2,26,901 സാർ, അതിൽ തീർപ്പാക്കപ്പെട്ടത് 2,23,077 ബാക്കിയുള്ളത് 3,824 അപേക്ഷകളാണ്. സാർ, ഓൺലൈനായി അതായത് 2022 ഫെബ്രുവരി മുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള അഴിമതികളൊന്നും നടക്കാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമം നടത്തിക്കൊണ്ട് നാം നടത്താൻ ഉദ്ദേശിച്ച ഓൺലൈൻ നടപടികൾ ആരംഭിച്ചപ്പോൾ ഏതാണ്ട് ഓൺലൈനായി ഇതുവരെ വന്നിട്ടുള്ളത് 3,11,167 കേസുകളാണ്. അതിൽ തീർക്കാനായത് 82,528 2,28,639 കേസുകൾ ബാക്കി നിൽക്കുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, കേരളത്തിൽ 27 RDOമാരുണ്ട്. RDOമാർ അഥവാ സബ് കളക്ടർ. ഒരു സബ് കളക്ടർക്ക് അഥവാ RDOയ്ക്ക് ഒരു ദിവസം വില്ലേജ് ഓഫീസ് മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ശാക്തീകരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒപ്പിടാനുള്ള ഫയലുകൾ കൊണ്ടുവന്നാൽ നിങ്ങൾ RDOമാരായി ചുമതലപ്പെട്ടാൽ എത്ര കേസുകളിൽ ഒപ്പിടാൻ കഴിയും? 2,28,639 കേസുകൾ ഇനിയും ഓൺലൈനായി നിൽക്കുന്ന കേരളത്തിൽ ഡിസെൻഡിങ് നിർദ്ദേശിച്ച ആളുകളുടെ അഭിപ്രായം ഇതേ പോസ്റ്റ് തന്നെ മതി എന്നാണോ? 27 പോസ്റ്റ് തന്നെ മതി എന്നാണോ? ഞങ്ങളുടെ നിർദ്ദേശം 77 താലൂക്കുകളിൽ 69 കേന്ദ്രങ്ങളിലായി 42 ഡെപ്യൂട്ടി കളക്ടർമാരും 27 RDO അഥവാ സബ് കളക്ടർമാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 69 കേന്ദ്രങ്ങളിലേക്ക് ഇത് വികേന്ദ്രീകരിക്കുകയും മോൻസ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ അദാലത്ത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് വരികയും ചെയ്താൽ അനന്തമായി നീണ്ടുപോകുന്ന ഒരു പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട ജയലാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നേരത്തെ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും മുടക്കു ദിവസങ്ങളിലും അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓൺലൈനായപ്പോൾ രാവും പകലുമില്ലാത്ത വിധം 24 മണിക്കൂറും 365 ദിവസവും അപേക്ഷകൾ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ വലിയ വർധനവാണ് അപേക്ഷകളുടെ കാര്യത്തിലുണ്ടായത്. ഒരു ദിവസം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 500-ലേറെ അപേക്ഷകൾ വരികയാണ്. ഈ അപേക്ഷകൾ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ചെറിയ നമ്പർ ആളുകളുടെ കയ്യിൽ വന്നാൽ എത്ര വലിയ പ്രയാസങ്ങളെയാണ് അവർ അഭിമുഖീകരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വെള്ളം ചേർക്കലായി മാറ്റപ്പെടുന്ന വിധത്തിൽ ചർച്ച ചെയ്യുന്ന അത് ഒരു പോസിറ്റീവായ സമീപനമാണ് എന്ന് കാണാനാകില്ല. ബഹുമാനപ്പെട്ട മോൻസ് തന്നെ ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യം, കോടതികൾ ഇടപെടുന്നു. ഞാൻ ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുകയാണ്. തങ്കച്ചൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നേരത്തെ ഉണ്ടായിരുന്നൊരു കേസാണ്. 2008 ശേഷം വാങ്ങിയ ഭൂമിയാണെങ്കിൽ വീട് വയ്ക്കാനോ നിലം നികത്താനോ അനുമതി പാടില്ല എന്ന് തങ്കച്ചൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു കേസിൽ കോടതിയിലൊരു വിധി പ്രസ്താവം ഉണ്ടായി. ആ പ്രസ്താവത്തിനെതിരായി പിന്നെ പോയ ഒരു കോടതി വിധിയിൽ 2008 ശേഷം, അതായത് സിംഗിൾ ബെഞ്ച് കൊടുത്ത കോടതി വിധിക്കെതിരായി പോയ മറ്റൊരു ഉത്തരവിൽ 2008 ശേഷം നികത്തിയതാണെങ്കിൽ പോലും അങ്ങനെ സ്വഭാവമാറ്റത്തിന് അനുവാദമുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് വിധിക്കുകയുണ്ടായി. ആ വിധിക്കെതിരായി
മറ്റൊരു സിംഗിൾ ബെഞ്ചിന്റെ കോടതിയിൽ വന്ന കേസ് ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന് റെഫർ ചെയ്തപ്പോൾ അവർ വീണ്ടും പറഞ്ഞു തങ്കച്ചൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറഞ്ഞതുപോലെ 2008 ശേഷം നികത്തിയ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ വീട് വെക്കാനോ സ്വഭാവ പെരുമാറ്റം ചെയ്യാനോ സാധ്യമല്ല. സാർ, കോടതികൾ ഈ നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായ കാലതാമസം ഉണ്ടായി. 2021 ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 25/2/2021 25 സെന്റ് സ്ഥലം വരെയുള്ള ഭൂമിക്ക് പണമടയ്ക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ക്യാബിനറ്റ് കൊണ്ടുവരുന്നത്. സാർ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഒരു SRO പുറത്തിറക്കി 4-ാം മാസത്തിൽ അത് ചട്ടത്തിന്റെ ഭാഗമാക്കി മാറ്റി. സാർ, അന്ന് പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം 25 സെന്റേ ആകെ ഭൂമിയുള്ളൂ എങ്കിൽ ആ 25 സെന്റ് ഭൂമിക്ക് പണമടയ്ക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ അത് സംബന്ധിച്ച് വിശദമായ ചർച്ചകളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത് ഈ 4-ാം മാസത്തിൽ SRO ഇറങ്ങിയതിന് മുമ്പ് ലഭ്യമായ അപേക്ഷകളിൽ ഈ തീരുമാനം എടുക്കാമോ? ധനകാര്യ വകുപ്പ് അഭിപ്രായം പറഞ്ഞു 4-ാം മാസത്തിന് മുമ്പ് വന്നിട്ടുള്ളത് SRO ഇറക്കുന്നതിന് മുമ്പുള്ള അഭിപ്രായമാണ്, അവർക്ക് നൽകാനാകില്ല. കോടതി വിധി പറഞ്ഞു അവർക്കും കൂടി കൊടുക്കണം. 7-ാം മാസത്തിൽ റവന്യൂ വകുപ്പ് 2021 അതിൻ്റെ സ്പഷ്ടീകരണം പുറത്തിറക്കി. സാർ, നിയമം മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നിരവധികളായിട്ടുള്ള കോടതി നടപടികളും അതിൻ്റെ അനന്തരഫലങ്ങളും ഈ പ്രവർത്തനങ്ങൾ വേഗതയാക്കുന്നതിൽ ഉള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാൻ ആഗ്രഹിക്കുകയല്ല. സാർ, യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ നിയമം വരാനുള്ള കാരണം എന്താണ്? 1970 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. ഞാൻ വിശദീകരിക്കുകയല്ല. 2020 ആകുമ്പോൾ അത് 2 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. ഈ നിയമം അവതരിപ്പിക്കുന്ന 2008 ബഹുമാന്യനായിട്ടുള്ള KP രാജേന്ദ്രൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ നിയമം അവതരിപ്പിക്കുന്ന ഘട്ടത്ത് 80% കേരളത്തിന് വേണ്ടി വരുന്ന അരിയും അയൽ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരേണ്ട സ്ഥിതി നമുക്കുണ്ടാവുകയായിരുന്നു. നാണ്യവിള തോട്ടങ്ങളായി പരിവർത്തനപ്പെടുത്തുന്നത് കൊണ്ട് നെൽവയലുകൾ വ്യാപകമായി നഷ്ടപ്പെടുന്നു എന്ന പരാതി ഉണ്ടാവുകയാണ്. പുതിയ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അത് സർക്കാരിന് വേണ്ടിയാണെങ്കിലും അല്ലാത്തയാണെങ്കിലും വ്യാപകമായി ചതുപ്പുകൾ നികത്തപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ബഹുമാനപ്പെട്ട ബോൺസ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്കറിയാൻ ചതുപ്പുകൾക്കും കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഒരു ജോലി നിർവഹിക്കാനുണ്ട്. നീർത്തട മേഖലയിലെ വ്യാപകമായ നികത്തൽ പരിസ്ഥിതി അപജയത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠമായ സ്ഥിതിക്കും പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സാർ 2008 ശ്രീ KP രാജേന്ദ്രൻ ഇങ്ങനെ ഒരു പ്രസക്തമായ വിഷയത്തിലേക്ക് വന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രദ്ധയപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജൈവ സമ്പുഷ്ടക്കുറവിന്റെയും വ്യാപകമായ മണ്ണൊലിപ്പിന്റെയും. ഷഫി, ഞാനിപ്പോൾ പറഞ്ഞില്ല, വ്യാപകമായ മണ്ണൊലിപ്പിനും കിണറുകളിലേക്കും കുളങ്ങളിലേക്കുമുള്ള ജലനിരപ്പ് താഴുന്നതിനിടയാക്കുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം എത്ര നേരം എടുത്ത് ചർച്ച ചെയ്യാനും തയ്യാറായ ഒരാളാണ് ഞാൻ. പക്ഷെ 1 മണിക്ക് നമുക്ക് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ കിടക്കുന്നത് കൊണ്ട് അതിന്റെ മുമ്പിൽ ഇത് അവസാനിപ്പിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ചെയറിന്റെ അഭിപ്രായം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചുരുക്കുന്നത്. സാർ, കടുത്ത ജലക്ഷാമം ദരിദ്രരായ ഗ്രാമീണർ അനുഭവപ്പെടുന്ന, ഞാനിതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ, ഞാനിതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞോട്ടെ. ഞാൻ അങ്ങേക്ക് വഴങ്ങാം. ഇന്നത്തെ 1 മണിക്ക് മുമ്പ് ഈ ബില്ലിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഞാൻ പറഞ്ഞത് സാർ, നെൽവയലിന് ചുറ്റുവട്ടത്തുള്ള ഏറ്റവും പോഷക സമൃദ്ധമായ വിലക്കുറവിലുണ്ടായിട്ടുള്ള ധാരാളമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഒന്നും വരമ്പുകളിൽ വളരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ, ധാന്യങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥിതി കേരളത്തിൽ ലഭ്യമായില്ലേ സാർ? നീർത്തടങ്ങളുടെ പരിസ്ഥിതി ധർമ്മം നിലനിർത്തിക്കൊണ്ട് തന്നെ കൃഷി ഇളക്കാവുന്ന ഏക ഉഭയവിളയാണ് നെൽകൃഷി സാർ. അതുമാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വെള്ളക്കെട്ട് കാണുന്ന ഇടമൊക്കെ തണ്ണീർത്തടം എന്ന് പ്രഖ്യാപിക്കലല്ല, അതുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടത്തെ കൃത്യതയോടുകൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 4-5 മണിക്കൂർ എടുത്താണ് ഈ സഭ ഇത് ചർച്ച ചെയ്തത് സാർ. നീർത്തടങ്ങൾക്ക് വൈവിധ്യമാർന്നൊരു പരിസ്ഥിതി ഘടനയുണ്ട്. വിവിധ സസ്യവർഗങ്ങൾ, ജന്തു സമൂഹങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്ന സ്ഥലമാണിത് സാർ. സൂക്ഷ്മജീവികൾ, ഉരകങ്ങൾ ഉൾപ്പെടെ എല്ലാ ഉഭയജീവികളും ജീവചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും വളരേണ്ട സ്ഥലമായി തണ്ണീർത്തടം മാറുകയാണ് സാർ. മത്സ്യവർഗങ്ങൾക്ക് മുട്ടയിടുന്നതിനും തീറ്റ തേടുന്നതിനും പ്രകൃതിയുള്ള ശത്രുക്കളെ നേരിടുന്നതിനുമുള്ള ഒരു സ്ഥലമാണ് സാർ തണ്ണീർത്തടം. കൂട്ടുകൂടാനും വിശ്രമ സങ്കേതത്തിനും വേണ്ടി പക്ഷികൾക്ക് നീർത്തടം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായി മാറുകയാണ് സാർ. വലിയ വരൾച്ചയെ നേരിടാൻ പോകുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു. 2021 പത്തനംതിട്ട ജില്ല, ബഹുമാനപ്പെട്ട അങ്ങയുടെ ജില്ല, നവംബറിൽ നമ്മളെല്ലാം ചേർന്ന് ഈ നമ്മുടെ 2 ഡാമുകൾ തുറന്നതിൻ്റെ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി അടൂരിൽ യോഗം ചേരുമ്പോൾ 175% അധികം മഴ 2021 കിട്ടിയ സ്ഥലമാണ് സാർ പത്തനംതിട്ട ജില്ല. 2021 നവംബറിൽ സാർ. 2022 ഫെബ്രുവരിയിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ
പട്ടയമേളയെക്കുറിച്ച് ആലോചിക്കാനുള്ള യോഗം ചേരുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 19 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡ്രോട്ട് ഡിസ്ട്രിക്റ്റായി പത്തനംതിട്ടയെ മാറ്റണമെങ്കിലേ STRF-ൽ നിന്ന് കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള പണം കൊടുക്കാൻ കഴിയൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളുള്ള യോഗത്തിലേക്ക് വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. സാർ, ഈ തണ്ണീർത്തടങ്ങൾക്കും കേരളത്തിലെ ചതുപ്പുകൾക്കും കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ കായലിനും ഒരു വലിയ ധർമ്മം നിർവഹിക്കാനുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സാർ 2008 ഈ നിയമം കൊണ്ടുവന്നത്. തർക്കങ്ങളുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഞാൻ കരുതട്ടെ. സാർ, പൊതു ആവശ്യത്തിനും വീട് വയ്ക്കുന്നതിനുമല്ലാതെ 2008 ശേഷം നെൽവയൽ നികത്താൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സെക്ഷൻ 9 പ്രകാരം വീട് വയ്ക്കാൻ സ്വന്തം ജില്ലയിൽ സ്ഥലമില്ലാത്ത ആളിന് പഞ്ചായത്തിൽ 10 സെന്റ് വരെയും മുനിസിപ്പാലിറ്റിയിൽ 5 സെന്റ് വരെയും വയൽ നികത്താനുള്ള വ്യവസ്ഥയും കൂടിയാണ് 2008 നിയമം പറഞ്ഞത്. സാർ, നേരത്തെ ഞാനിവിടെ പറഞ്ഞതുപോലെ തങ്കച്ചൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ 2008 ശേഷം വാങ്ങിയ ഭൂമി വീട് വയ്ക്കുന്നതിന് വേണ്ടി നികത്താൻ പറ്റില്ല. സാർ, 2019 യൂസഫ് ചാലിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ ഇങ്ങനെ വീട് വയ്ക്കാൻ മറ്റു ഭൂമിയില്ലെങ്കിൽ നികത്താൻ അനുമതി നൽകണം എന്ന് ഡിവിഷൻ ബെഞ്ച് വാദിച്ചു. സാർ, ഈ വിധിയുടെ നിയമസാധുത സംബന്ധിച്ചു മറ്റൊരു ഡിവിഷൻ ബെഞ്ച് നൽകിയ റഫറൻസിലാണ് തങ്കച്ചൻ കേസിലെ സിംഗിൾ ബെഞ്ച് വിധിയാണ് ഫുൾ ബെഞ്ച് കേരളത്തിലെ ഹൈക്കോടതി അനുവദിച്ചു. സാർ, അതിലല്ലാതെ മറ്റേതിലാണ് നിൽക്കുക? 2008 മുമ്പ് നികത്തപ്പെട്ട ഭൂമി തരം മാറ്റുന്നതിനുള്ള 27A അപേക്ഷയുമായി ഡാറ്റാ ബാങ്കിൽ മാറ്റുന്നതിനുള്ള 4(6) പ്രകാരമോ 4D പ്രകാരമോ ആയിട്ടുള്ള സംഭവങ്ങൾക്കോ മേൽപ്പറഞ്ഞ വിധിക്ക് യാതൊരു ബന്ധവുമില്ല. സാർ, ഡാറ്റാ ബാങ്ക് തയ്യാറാക്കേണ്ടത് പ്രാദേശിക തല വികസന സമിതികളാണ്. ബഹുമാനപ്പെട്ട എന്നെ പറഞ്ഞതുപോലെ പ്രാദേശിക തല വികസന സമിതിയുടെ അധ്യക്ഷൻ കളക്ടറല്ല. പ്രാദേശിക തല വികസന സമിതിയുടെ ചെയർമാനായി പ്രവർത്തിക്കേണ്ടത് പ്രസിഡന്റാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സഹായിക്കാനുള്ള കമ്മിറ്റിയുടെ കൺവീനർ അഗ്രികൾച്ചർ ഓഫീസറാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാനീ പറയാം. വില്ലേജ് ഓഫീസർ അതിൽ അംഗമാണ്, കൃഷിക്കാരുടെ 3 പ്രതിനിധികൾ അംഗമാണ്. അതിന് മുകളിലുള്ള കമ്മിറ്റിയുടെ ചെയർമാനാണ് കളക്ടർ. അത് DLMC ആണ്, അപ്പീൽ അധികാരമുള്ള ഫോം നമ്പർ 5 അപ്പീൽ അധികാരമുള്ള ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് കളക്ടറെ അതിൻ്റെ ചെയർമാനായി വെച്ചിട്ടുള്ളത്. അതിന് മുകളിലുള്ള SLMC ആണ്, ബഹുമാനപ്പെട്ട ABC അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സാർ അതിൻ്റെ കൺവീനർ. ഇവിടെ LLMC കൂടുന്നില്ല എന്ന പരാതി വളരെ ഗൗരവമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 2-ാം തീയതി എൻ്റെ തന്നെ അധ്യക്ഷതയിൽ ചേർന്ന നമ്പർ 2 സബ്ജക്റ്റ് കമ്മിറ്റി കേരളത്തിലെ റവന്യൂ വകുപ്പിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കൃഷി വകുപ്പിനെയും അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ ചുമതലപ്പെടുത്തി 2023 സെപ്റ്റംബർ 16 മുമ്പാകെ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായ ഡാറ്റാ ബാങ്ക് സൃഷ്ടിച്ച് ഈ സെപ്റ്റംബർ 16 മുമ്പായ കമ്മിറ്റിക്ക് മുമ്പിൽ വെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർ. പ്രസിദ്ധീകരിക്കപ്പെട്ട ഡാറ്റാ ബാങ്ക് സംബന്ധിച്ച് നിലവിൽ പരാതികളുണ്ടെങ്കിൽ RDOമാർ പരിശോധിച്ച് തിരുത്തൽ വരുത്തി പുതിയ ഡാറ്റാ ബാങ്ക് 1 മാസത്തിനുള്ളിൽ നോട്ടിഫൈ ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് അതിൻ്റെ പ്രസിദ്ധീകരണം ഉറപ്പുവരുത്താനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സാർ. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നിയമത്തിലെ നിർവചനം അനുസരിച്ച് വ്യവസ്ഥ ചെയ്യും പ്രകാരം അടിയന്തരമായി ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കാനും ഏതെങ്കിലും വിധത്തിൽ 1 മാസത്തിനുള്ളിൽ LLMC കൂടുന്നില്ലെങ്കിൽ ആ വിവരം ബന്ധപ്പെട്ട കമ്മിറ്റി അറിയിക്കാനും ഈ 3 വകുപ്പുകളെയും ചുമതലപ്പെടുത്തി തീരുമാനമെടുത്തിട്ടുണ്ട് സാർ. അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ച് കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് നാം വിചാരിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ് സാർ. ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റുന്നതിന് LLMCക്കോ RDOക്കോ കൊടുക്കുന്ന അപേക്ഷ ഫോർ നമ്പർ 5 സാർ. യഥാർത്ഥത്തിൽ ഇപ്പം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കണ്ട ഒരു കാര്യം, ഇനി നമുക്ക് പരാതി പരിഹരിക്കാനുള്ള 2,28,641 പരാതികളിൽ 1,06,409 പരാതികളും ഫോം നമ്പർ 5 സാർ. എന്തൊരു അത്ഭുതമാണിത്. ഫോം നമ്പർ 6 നമുക്കിനി പരിഹരിക്കാൻ 1,16,956, അതായത് അങ്ങേക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു, 2008 മുമ്പ് നികത്തപ്പെട്ട സ്ഥലങ്ങൾ തെറ്റായ റവന്യൂ റെക്കോർഡുകളിൽ നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പുരയിടമാക്കി മാറ്റാനുള്ള 27A അധികാരം കൊടുക്കുന്ന ഫോം നമ്പർ 6 ആണ്. എന്നാൽ ഡാറ്റാ ബാങ്ക്, അതായത് 2008 ഈ നിയമം പാസ്സാക്കുമ്പോൾ നിലവിലുള്ള നിലങ്ങൾ ഉൾപ്പെട്ടതാണ് ഡാറ്റാ ബാങ്ക്. ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് പേരുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞ 10-12 വർഷക്കാലമായി അപേക്ഷ കിട്ടിയിട്ടും ഇനിയും അപേക്ഷ ഫോം നമ്പർ 5 തുടർന്നാൽ നാം ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നും കേരളം നിൽക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ് സാർ. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ ആഗ്രഹിക്കും സാർ. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം RDO ചെയ്തു തീർക്കേണ്ട ജോലികൾ എത്രയാണ് ഞാൻ പറയുന്നില്ല. RDOക്ക് ചെയ്തു തീർക്കേണ്ട ജോലികൾ ഏതാണ്ട് 30-ലധികം വരും.
വിവിധ സർട്ടിഫിക്കറ്റുകളുടെ അപ്പീലുകൾ, ഭക്ഷ്യസുരക്ഷാ നിയമം, രക്ഷകർത്താക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമം, CRPC 133 ഉൾപ്പെടെ പ്രകാരമുള്ള പബ്ലിക് ന്യൂസൻസ് ഉൾപ്പെടെ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ, മജിസ്റ്റീരിയൽ നടപടിക്രമങ്ങൾ, ഭൂവിനിയോഗം, വനാവകാശ നിയമം, അവകാശികളില്ലാത്ത വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, റിലിംഗ്വിഷ്മെന്റ്, ഭൂമി സംബന്ധമായ നിയമങ്ങൾ, ഭൂസംരക്ഷണം, പോക്കുവരവിന്റെ അപ്പീല്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂപതിവ്, പാട്ടം, ഇങ്ങനെ തുടങ്ങിയാൽ ഏതാണ്ട് 30-ലേറെ ജോലികൾ നിർവഹിക്കാനുള്ള RDOമാർ ഇപ്പോൾ ഭൂമി തരം മാറ്റം എന്ന ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരാതി പരിഹരിക്കാൻ വേണ്ടി കേരളത്തിൽ 69 കേന്ദ്രങ്ങളിലായി 77 താലൂക്കുകളിൽ വരുന്ന ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കുറെ കൂടി വിപുലമായ തരത്തിൽ 69 ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഈ നടപടിക്രമങ്ങളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സാർ, ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ശരിയാണ്. 1141,41,391 രൂപ ഇതിനകം നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സാർ, അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ കഴിഞ്ഞ 2022 ഫെബ്രുവരി 22 മുതൽ തുടർച്ചയായി ഇതിനു വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ട് അധിക ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയാണ്. 990 ഉദ്യോഗസ്ഥന്മാർ, സർവേയർമാർ ഉൾപ്പെടെ 341 വാഹനങ്ങൾ, ആവശ്യമായ IT ഉപകരണങ്ങൾ ആദ്യഘട്ടത്തിൽ കൊടുത്തു. രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അത്ര തന്നെ തുടരാൻ തീരുമാനിച്ചു. സാർ, ഏറ്റവും പുതിയ തീരുമാനം ഇപ്പോൾ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 1-ാം തീയതി എടുത്ത തീരുമാനമനുസരിച്ച് 68 പുതിയ ജൂനിയർ സൂപ്രണ്ടുമാരെ ബൈ പ്രമോഷൻ വഴിയും 181 പുതിയ ക്ലർക്കുമാരെ PSC ലിസ്റ്റ് പ്രകാരവും 123 സർവേയർമാരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രകാരവും 220 വാഹനങ്ങളും 2 വർഷത്തേക്ക് സ്ഥിരമായി വരാവുന്നൊരു സംവിധാനം എന്ന നിലയിൽ നമ്മളിപ്പോൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ മനസ്സിലാക്കേണ്ട ഈ താൽക്കാലിക ജീവനക്കാർ ഭൂമിയുടെ വാല്യൂ നിശ്ചയിച്ചാൽ പലപ്പോഴും RDOമാർക്കും സബ് കളക്ടർമാർക്കും ഒക്കെ ഈ വിജിലൻസ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ആ തുക നിശ്ചയിക്കാനൊരു പ്രയാസം വരും. ഇവർ സ്ഥിരം ജീവനക്കാരായാൽ KSRന്റെ പരിരക്ഷ കിട്ടും. സാർ, അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മോൻസ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, വില്ലേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയെടുക്കാൻ കഴിയുന്നുണ്ട്. വില്ലേജുകളിൽ ആളുകളുടെ എണ്ണക്കുറവുണ്ട്. സാർ, ഗൗരവമായ പ്രശ്നമാണ്. നമ്മുടെ ജില്ലകളിൽ ജില്ലാ ആസ്ഥാനത്ത് LD ടൈപ്പിസ്റ്റ്, UD ടൈപ്പിസ്റ്റ്, OA നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന 1319 പേർ പുതിയതായി, അതായത് 197 LD ടൈപ്പിസ്റ്റ്, 201 UD ടൈപ്പിസ്റ്റ്, 921 OA ഉൾപ്പെടെ 1319 പുതിയ ജീവനക്കാർ ഇനി വില്ലേജുകളിലേക്ക് വിന്യസിപ്പിക്കപ്പെടാൻ പോവുകയാണ്. സാർ, പുനർവിന്യസിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് പുതിയ തസ്തിക ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാൽ റവന്യൂവിന്റെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന 1391 പേർ ഭൂമി തരം മാറ്റം അധികമായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് ഉൾപ്പെടെ മാറ്റി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ സാർ, നമുക്ക് അതിവേഗം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സാർ, ബഹുമാനപ്പെട്ട ചാലക്കുടി അംഗം ഇവിടെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു 27D അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 27D പ്രകാരം 5 കോടി രൂപ മാത്രമേ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ എന്നൊരു തെറ്റായ പ്രസ്താവന അദ്ദേഹം നടത്തി. ഞാൻ ആ പ്രസ്താവനയെ വെല്ലുവിളിക്കാനല്ല, പക്ഷേ കണക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് 27D പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് 31,63,39,967 രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സെക്ഷൻ 13 പ്രകാരം അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ കൃത്യമായ കാര്യമാണ്. പലതും നമുക്ക് നടപടി പ്രഖ്യാപിക്കാൻ കഴിയുമ്പോഴും റീസ്റ്റോറേഷൻ നടക്കുന്നില്ല. പച്ചയായ തെറ്റിന് റീസ്റ്റോറേഷൻ നടത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ 974 കേസുകൾ റീസ്റ്റോറേഷൻ നടത്താൻ സെക്ഷൻ 13 പ്രകാരം കളക്ടർമാർ ഉത്തരവിട്ടിട്ടുണ്ട്. സാർ, അത് നടപ്പിലാക്കണമെങ്കിൽ 14,65,28,950 രൂപ വരും. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പിലേക്ക് ആ പ്രശ്നം നമ്മൾ വിട്ടിട്ടുണ്ട്. 27Dയിൽ നിന്ന് ആ പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ റീസ്റ്റോറേഷൻ നടപടികൾ അടിയന്തരമായി നടത്താൻ കഴിയും. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം വിയോജനക്കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ 7,536 കേസുകളിൽ 974 കേസുകൾ തീർപ്പായിട്ടും ഇത് കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയാത്തത് ഈ മണ്ണ് എവിടെ കൊണ്ടുപോയി ഇടും എന്ന പ്രശ്നം വരുന്നുണ്ട്. ഈ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് റീസ്റ്റോറേഷൻ നടത്തിയാൽ ആ മണ്ണ് എവിടെ കൊണ്ടിടും? ആ മണ്ണ് കൊണ്ടിടണമെങ്കിൽ സ്ഥലം വേണം എന്ന് കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ദേശീയപാത നിർമ്മാണം, പലയിടങ്ങളിലും സ്വകാര്യ വ്യക്തികൾ ആവശ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ,
സർക്കാരിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിലേക്ക് ഈ മണ്ണെടുത്ത് കൊടുക്കാനുള്ള ഒരു പ്രത്യേകമായ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കി ആ നടപടിയുമായി നമ്മൾ പോകുകയാണ്. സാർ 27C ഞാൻ രാവിലെ ഇവിടെ വിശദീകരിച്ചതുപോലെ 48 മണിക്കൂറിനുള്ളിൽ താഴത്തോട്ട് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ 5 ദിവസക്കാലം എടുത്തുകൊണ്ട് അതിൻ്റെ നടപടികൾ തീർക്കാനും കഴിയുന്ന വിധത്തിൽ നമുക്ക് പുതിയ തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രത്യേകമായി കരുതുന്നത്. സാർ, ഫോം നമ്പർ 5 നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഫോം നമ്പർ 5 ഇനിയും കാത്തിരുന്ന് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഫോം നമ്പർ 5നെ സംബന്ധിച്ച് AD എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. സാർ, എല്ലാ ഘട്ടത്തിലും നമ്മൾ പറയുന്നൊരു കാര്യം അഴിമതിയെക്കുറിച്ചാണ്. സാർ, അഴിമതിയെ നേരിടാൻ ഏറ്റവും ശ്രദ്ധേയമായ നടപടികളാണ് സാർ ഈ ഗവൺമെന്റിന്റെ കാലത്തെടുക്കുന്നത്. സാർ, നേരത്തെയുള്ള കാലങ്ങളുമായി പരിശോധിച്ച് നോക്കിയാൽ റവന്യൂ വകുപ്പിൽ അഴിമതി മാറ്റിയെടുക്കാൻ വലിയ വിധത്തിൽ അവസരമുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല സാർ, സീറോ കറപ്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 5 തലത്തിലുള്ള ഇൻസ്പെക്ഷൻ ഇപ്പോൾ ആരംഭിക്കുകയാണ്. സാർ, അതിൻ്റെ ഭാഗമായി മന്ത്രിയും കളക്ടറും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുന്നുണ്ട്. ഒരു മാസം 2 വില്ലേജുകൾ എന്ന കണക്കിൽ ജില്ലാതലത്തിൽ ഇൻസ്പെക്ഷൻ ടീം പോകുന്നുണ്ട്. സാർ, കളക്ട്രേറ്റിന് പുറമെ LRCയിൽ ഇൻസ്പെക്ഷൻ ടീം പോകുന്നുണ്ട്. കേരളത്തിലെ 3 സ്ഥലങ്ങളിലുള്ള റവന്യൂ ഇന്റലിജൻസ് ആ കാര്യത്തിൽ പോകുന്നുണ്ട്, വിജിലൻസ് ആ കാര്യത്തിൽ പോകുന്നുണ്ട്. അതിനു പുറമെ സീറോ കറപ്ഷന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി അയക്കാൻ കഴിയുന്ന വിധം ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 500 ഇടങ്ങളിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താനും ആ അഴിമതി ഇല്ലാതാക്കാനും വേണ്ടി കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട MLA-മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അടുത്ത തവണ അതിൻ്റെ കണക്ക് പറയാം, ഇപ്പം നേരം ഇല്ലാത്തതുകൊണ്ട്, കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ റവന്യൂ കേന്ദ്രീകൃതമായിട്ടുള്ള ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൗകര്യമാണ് നടക്കുന്നത് എന്ന് എത്രയോ കാലമായി ചർച്ച ചെയ്യാണ്. സാർ, റവന്യൂവിൽ ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായ നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റും അതിൻ്റെ ഭാരവാഹികളും ഉള്ളതുകൊണ്ട് അത്തരമൊരു നടപടിയുണ്ട്. പക്ഷേ റവന്യൂവിൽ വില്ലേജിൽ ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമാണെന്ന പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ പ്രശ്നത്തെ മറികടക്കാൻ കേരളത്തിൽ എല്ലാ 3ാമത്തെ വെള്ളിയാഴ്ചയും 3 മണിക്ക് ചേരാൻ കഴിയുന്ന റവന്യൂ വകുപ്പിനെ ശക്തിപ്പെടുത്താനും അഴിമതി ഉൾപ്പെടെ ഉന്നയിക്കപ്പെടാനും കഴിയുന്ന വിധത്തിൽ വില്ലേജ് തല ജനകീയ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. സാർ, വില്ലേജ് ഓഫീസർ കൺവീനർ ആണെങ്കിലും MLA-യോ MLA-യുടെ പ്രതിനിധിയോ അതിൽ അംഗമാണ്. ഈ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗങ്ങൾ ആ വില്ലേജ് തല ജനകീയ സമിതിയിൽ അംഗങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മുനിസിപ്പൽ ചെയർമാൻ അതിലംഗമാണ്. ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അംഗം അതിലംഗമാണ്. സാർ, ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടെ ഒരു വില്ലേജ് ഓഫീസിൽ അഴിമതി റിപ്പോർട്ട് ചെയ്താൽ ആ വിവരം സെക്രട്ടേറിയറ്റിൽ ലഭ്യമാകുന്ന വിധത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. MLA-മാരുടെ പ്രതിനിധികൾ അവിടെ പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ആത്മപരിശോധന നടത്തി ഇല്ലെങ്കിൽ അക്കാര്യം നിർബന്ധമായി നടപ്പിലാക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സാർ, അഴിമതിയെ തുടച്ചു മാറ്റാൻ ഒരു സ്കൂളിൻ്റെ PTA പോലെ, ഒരു ആശുപത്രിയുടെ HMC പോലെ, ഒരു വില്ലേജ് ഓഫീസിൻ്റെ രക്ഷകർത്തൃ സമിതിയായി, അഴിമതിയുടെ കാര്യത്തിൽ മാത്രമല്ല സാർ, അവിടെ പട്ടയത്തിൻ്റെ കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ വിവരശേഖരണ സമിതിയാണത്. സാർ, ഭൂമി അനധികൃതമായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏജൻസിയാണ്. സാർ, റീസ്റ്റോറേഷൻ നടത്താൻ ഇടപെടാവുന്ന ഒരു ഏജൻസിയാണ്. സാർ, വില്ലേജ് തല ജനകീയ സമിതികളെ ശാക്തീകരിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു LDC UDC ആളെയും വില്ലേജ് ഓഫീസറായി നിയമിക്കുന്ന പ്രശ്നമില്ല. 2 വർഷത്തെങ്കിലും വില്ലേജ് ഓഫീസറായി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെയും താലൂക്ക് ഓഫീസിൽ JS DT നിലവാരത്തിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനെ പ്രൊമോഷൻ ലഭ്യമാകുന്ന എല്ലാവർക്കും ILDM-ലൂടെ കൃത്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്കും നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അക്കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സാർ, റവന്യൂ വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി തയ്യാറാക്കുന്ന ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ നടപടി, ഈ നിയമം പാസ്സാകുന്നതോടെ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ലഭ്യമായ പരാതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. സാർ, നിയമത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നിയമത്തിൻ്റെ ലക്ഷ്യം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിൽ ഒരു വെള്ളം ചേർക്കുന്ന പ്രശ്നവുമില്ല.
ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങളിൽ അദാലത്ത് ഉൾപ്പെടെ നമുക്ക് Please. നിർബന്ധമായും പരിഗണിച്ച ആ പ്രശ്നങ്ങൾ തീർക്കാവുന്നതാണ്. പക്ഷേ ഈ നിയമത്തിൽ വെള്ളം ചേർക്കില്ല, അത് ജനങ്ങളെ ദ്രോഹിക്കാനാകില്ല. പരമാവധി ജനങ്ങളെ സഹായിക്കാവുന്ന വിധത്തിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. സഭ തുടരുന്നതിനിടയിൽ തന്നെ അനധികൃതമായി നികത്തപ്പെട്ട മുഴുവൻ ഭൂമിയും ഒരു ഇഞ്ചില്ലാത്ത വിധം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.